യെസ് ഡാഡ്, ശരിക്കും ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് ഞാൻ. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഒരു വലിയ ജോലി, ഒരുപാട് ആംബിഷൻസ് അങ്ങനെയുള്ള ഒരാളെ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ടിപ്പോ എവിടെ? ഡാഡ്, ജയ് വരും, എനിക്ക് ഉറപ്പുണ്ട്. யோ கார்கி, சீக்கிரமா போனா உன்னோட கல்யாணத்துக்கு கரெக்ட் டைம்ல ரீச் பண்ணலாம். ஓகே சார். See you guys. See you, sir. ഇനി നീ എത്ര തീർത്തു പറഞ്ഞാലും ഡാഡിക്ക് അങ്ങനെ വിശ്വസിക്കാനാവുന്നില്ല മോളൂ. ക്ഷണിച്ചു വരുത്തിയ ആൾക്കാർ എന്നെ നോക്കി പരിഹസിക്കുമ്പോൾ അവർ എന്താണ് പറയേണ്ടതെന്ന് ഡാഡിക്ക് അറിയില്ല. ഇങ്ങനൊരു അപമാനം ഡാഡിക്ക് വാങ്ങിയിട്ടൊന്നല്ലോ മോള്. ഇനിയിപ്പോൾ എല്ലാവരോടും ചെയ്ത് പറഞ്ഞേക്കാം, എൻ്റെ മോള് കണ്ടുപിടിച്ച് ചെറുക്കം മുങ്ങി, വിവാഹം ക്യാൻസൽ. ഡാഡ്, സോറി ഡാഡ്. ഞാൻ ഉണ്ടാക്കിയ മാനക്കേടിന് ഞാൻ തന്നെ എല്ലാവരോടും മാപ്പി വെച്ചേക്കാം. Sorry, marriage. This way, sir. Oh, thank you. Jay. Hey, hi. സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയോ? ആക്ച്വലി Come with me. Come here. Where the hell were you? സോറി, അത് പിന്നെ What? അതൊരു നീണ്ട കഥയാണ്. Enough. എന്താ നടന്നതെന്നൊന്ന് പറഞ്ഞേ. ഇത് നമ്മുടെ കല്യാണം ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു വള കണ്ണടയ്ക്കാൻ പറ്റിയില്ല ഇന്നലെ രാത്രി. Oh, really? Really? അത് ശരി. എന്നിട്ട് ഞാൻ എത്ര പ്രാവശ്യം ഫോൺ ചെയ്തു, ഒരു കോൾ പോലും അറ്റൻഡ് ചെയ്തില്ലല്ലോ ഈ ഒരു പോളെ കണ്ണടക്കാത്ത ആള്. Really? Yes. പറയാം. ഹായ് അങ്കിൾ. ഒരുപക്ഷെ എന്റെ ഫോണ് ഞാൻ സൈലന്റ് മോഡിൽ ഇട്ടിട്ടുണ്ടാവും. Shut your mouth. Yes. At least don't lie on your wedding day. Yes. നിന്നെ Dad. ഇനി ഇവനെ തന്നെ വേണോ നിനക്ക് കല്യാണം കഴിച്ച് കൂടെ ജീവിക്കാൻ? Dad, I don't believe a word what he said. But I really love him, Dad. Really? സത്യം? Okay. Good morning. Sure. ജയ് എണീറ്റപ്പോ എന്നെ കൂടെ വിളിക്കാറുന്നില്ലേ? അങ്ങനെ പെട്ടെന്ന് വിളിച്ചുണർത്തിയാലേ എന്റെ ചക്കര ഇങ്ങനെ അലസ മദൻമോഹന മാളവികയായിട്ട് ഡ്രസ്സൊക്കെ സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കുറച്ചൊക്കെ ഇങ്ങനെ കാണിച്ചു കിടക്കുന്നത് ഇങ്ങനെ വായി നോക്കി കാണാൻ പറ്റുമോ? കോഫി. Thank you. Sure. എനിക്ക് എല്ലാ ദിവസവും ആദ്യം എണീക്കണം. എന്നിട്ട് എന്റെ ജയ്ക്ക് ബെഡ് കോഫി ഉണ്ടാക്കി തരണം, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി തരണം, ജയുടെ ക്ലോത്ത്സ് എല്ലാം അയൺ ചെയ്ത് വെക്കണം. ഇതൊക്കെ തന്നെ ചെയ്ത ശീലം എനിക്ക്. Let me help you. മോളിപ്പോ ഇങ്ങോട്ട് വന്ന് കേറിയല്ലേ ഉള്ളൂ. ഓരോന്നോരോന്നായി പതുക്കെ ചെയ്തു തന്നോ മതി. Bye.
மார்னிங் சார். குட் மார்னிங். சார், he's coming. என்ன ராணா பிடிச்ச வீரபாண்டி கட்டபொம்மனுக்கா எல்லாரும் கிளாப் பண்றாங்களேன்னு பார்த்தியா? அது இல்லம்மா ஜெய், ஒரு வாட்டி பண்ண தப்ப மறுபடியும் ரிப்பீட் பண்ணிருக்கீல்ல, அதுக்காக இந்த பழைய பேஷ். தப்பா? வாட் மிஸ்டேக் சார்? கல்யாணம் பண்ணியாச்சுல்ல மறுபடியும். கம் 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 கம், நீ திருந்த மாட்டடா. சார் சும்மா பயங்கர போர் ஆகி போய் சார். நீங்கள் இப்போ பண்ணுறதுதான் பெரிய தப்பு. ஆமாடா, பெரிய தப்பு. உன்னோட சரியான வேலை என்ன? டெரரிஸ்ட்டை தேடுறது, அவங்க பின்னாடி ஓடுறது, அவங்கள துரத்தி பிடிக்கிறது, அவங்கள துப்பாக்கியால ஷூட் பண்றது, அப்புறம் சுடுகாட்டில் அட்மிட் பண்றது, அதானே? ஆனா நீ பப்ளிக்ல என்ன ஆக்ட் பண்ணிட்டு இருக்க? இந்த டெக்கன் எக்ஸ்போர்ட்ஸ்ல ஒரு சரியான போரிங் டே ஜாப். டே ஜெய், மேரேஜ் ஒரு பேக்கேஜ்டா, அது உனக்கு ஒரு பெரிய பாரம். சரி அப்போ சார், நான் ஒன்று கேட்கட்டுமா? ஆனா ஹனிமூனுக்கு லீவ் மட்டும் கேட்காத. இல்லை, உங்கள் கல்யாணம் முடிஞ்சு இப்போ ஹவு மெனி இயர்ஸ் ஆயிருக்கும்? 31 வருஷம் ஆச்சு. ஆமா, இப்போ இருக்கு திடீர்னு இந்த கேள்வி? അല്ല ഇങ്ങനെ ഇപ്പോഴും അത് പൊണ്ടാടിയോട് നല്ല ഇതൊക്കെ ഉണ്ടോ? ഡേയ് ഇല്ല സാർ, ഇപ്പോഴും ഇഷ്ടമുണ്ടോ എന്ന് നഫീസ താത്തയായിട്ട്. ஆமாடா, 31 வருஷம் ஆகியும் இன்னும் என் ஒய்ஃப் மேல எனக்கு ரொம்ப இஷ்டம். ஸ்டில் ஐ லவ் மை ஒய்ஃப். ഓട്ട്കാജേ? താങ്ക്സ്. നോ സാർ. എന്നിട്ട് ഈ 31 വർഷത്തിനിടയിൽ ഈ നിജമാ ലവ് പண்ற പാർട്ടി സ്വന്തം ബീവിയോട് പറഞ്ഞിട്ടുണ്ടോ? വാട്ട്? ഈ ടെററിസ്റ്റ് പിന്നാലെ തേടരുത്, ഓടരുത്, സുട്ടുപോടരുത്, നിങ്ങളുടെ ഒറിജിനൽ ജോലി എന്താണെന്നുള്ള സത്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ പുന്നാര നഫീസത്തോട്? எப்படி சொல்ல முடியும்? கல்யாணம் நடந்தப்போ நான் டெல்லியில் வேலையில் இருந்தேன், ரா ஸ்பெஷல் யூனிட்ல. அப்போ எப்படி என் வேலையை பற்றி சொல்ல முடியும்? சொல்லவும் கூடாது. ஜெய், என் ஃபேமிலியில் எல்லாரும் என்ன நினச்சிக்கிட்டு இருக்குன்னா, நான் இந்த எக்ஸ்போர்ட் கம்பெனியில் ஒரு சீனியர் மேனேஜர், ஒர்க்கஹாலிக் அப்படின்னு எப்போ என் பொண்டாட்டி எல்லார்கிட்டையும் சொல்லும், என்டர் அப்பே வேலைன்னு சொன்னா இவ்வளோ ஒரு ஆள் மறிக்கும். അത്രയേ അറിയേണ്ട കൊയിലാണ്ടിക്കാരി ബീവിക്ക് 31 വർഷം ആയിട്ടു.